ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 പിടിയോളം തൂരപ്പരിപ്പ്, സാമ്പാർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇതുപോലെ മീഡിയം ടൈപ്പ് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ, അതുകൂടി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തു. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു പാൻ എടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ചിക്കി എടുക്കാം. ചിക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കരുത്, കുറച്ച് വലിയ പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് ചിക്കി എടുക്കാം. ഒന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ചിക്കി കൊടുത്തെടുക്കാം. കുറച്ച് വലിയ പീസാക്കിക്കോളൂ, ഒരുപാടങ്ങ് ചെറിയ പീസാക്കണ്ട കേട്ടോ. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. കുറച്ച് വലിയ പീസാക്കി തന്നെ എടുക്കുക. നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വെന്ത് വരും. പരിപ്പിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ മുട്ടയൊന്ന് മാറ്റി വെച്ചിട്ട് സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായി വഴണ്ട് വരണം കേട്ടോ. ഈ കറികളൊക്കെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വില കൂടുതലായതുകൊണ്ട് ഇപ്പോൾ പലരും വാങ്ങാറില്ല. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വാങ്ങുന്നവർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അളവ് കൂട്ടരുത് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ ആ റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ മാറുമ്പോഴേക്കും ഒരു ചെറിയ തക്കാളി, ഒരുപാട് വലുത് വേണ്ട, നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി ഒന്ന് അടിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതുകൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ, ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ വേണം തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. ആ തക്കാളിയുടെ ആ പേസ്റ്റിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കിയ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവോളയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പങ്ങ് ഒരുപാട് അളവ് കൂട്ടരുത്. ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ. ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. ചിക്കൻ മസാല ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഞാൻ മിക്കവാറും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ മസാലയൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കണം. മുട്ട ചേർത്ത് കൊടുത്ത മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് എടുത്താലും മതി. അപ്പോൾ ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും നമ്മുടെ ആ പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഞാൻ 1 മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ 1.5 ചേർക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 1 മുരിങ്ങക്കായ കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ടു. ഞാൻ നീളത്തിൽ, അതായത് കട്ട് ചെയ്തെടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3-4 പീസാക്കി അങ്ങ് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുകിന്ന് കീറിയിട്ട് 2ആയിട്ട് വേണമെങ്കിലും ഇടാം ഓരോ പീസും.
ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആദ്യം ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ കുക്കറിൻ്റെ അടപ്പ് വിസിലൊന്നും വേണ്ട, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അടപ്പ് മതി. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പച്ചമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തക്കാളി ചേർക്കുന്ന സമയത്ത് എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഒരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ത്തേക്ക് ഞാൻ നേരത്തെ പച്ചമുളക് ഇടാത്തത് കൊണ്ട് ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ താഴെ 1/4 ടീസ്പൂണിൽ താഴെ മതി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചു. നിങ്ങൾ നേരത്തെ പച്ചമുളക് ഇട്ടുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ അരപ്പ് ഈ മുരിങ്ങക്കായ വെന്ത് വരുമ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കാരണം പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ കുറുകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കുക. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ അധികം തിക്കാക്കിയും വെക്കരുത്. കാരണം ഇരിക്കുമ്പോൾ അതൊരു കുറുകൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലൂസാക്കി എടുക്കണം. ഓവറായിട്ട് വെള്ളമായി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒത്തിരി ഇട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ്, ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പരിപ്പും മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ഒരു പരിപ്പും മുരിങ്ങയ്ക്കയുടെയും കറിയുടെ കൂടെ ഒരു പപ്പടം കൂടി ആണെങ്കിൽ അതാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇത്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുക. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4-5 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചെറിയുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ആ അരപ്പൊന്ന് തിളയ്ക്കണം, അത്രയേ ഉള്ളൂ. ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വറ്റൽമുളക് ഇടുന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പൊട്ട് മുളക് പൊടി, ഒരു ഇത്തിരി മതി, 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർക്കുക. ജസ്റ്റ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ട് ഒരിക്കലും മുളക് പൊടി ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, കയ്പ്പ് രസം വരും. അപ്പോൾ തന്നെ ഇളക്കുക. അന്നേരം തന്നെ കറിയിലേക്ക് ഒഴിച്ച് താളിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പരിപ്പും മുരിങ്ങയും തക്കാളിയും കൂടെ ഉള്ള നമ്മുടെ കൂട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ ലൂസാക്കി വെക്കരുത്, ഇതിൽ കൂടുതൽ തിക്കാക്കിയും വെക്കരുത് കേട്ടോ. ഇരിക്കുമ്പോൾ ഒരിത്തിരി കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു കൂട്ട് നോക്കാം. ഒരു പാൻ വെച്ചു, ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവോള അത്രയും മതിയാവും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്, ഒരു ഇത്തിരി. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ, ആ പൊടികളുടെ എല്ലാ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 5-6 കോവയ്ക്ക, അത്യാവശ്യം വലുപ്പമുള്ള കോവയ്ക്ക, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം കേട്ടോ. ക്യാരറ്റും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ആ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഒരുപാടങ്ങ് വഴറ്റണ്ട, പക്ഷേ അത്യാവശ്യം നന്നായി വഴണ്ട് വരണം. നമ്മുടെ ആ ഒരു കോവയ്ക്കൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടണം. നല്ല റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നന്നായിട്ടിട്ട് വഴറ്റി റോസ്റ്റ് ചെയ്തെടുക്കാം.
നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. രണ്ടിനും അധികം വേവുള്ളതല്ലല്ലോ. അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിന്നൊന്ന് വെറൈറ്റി ആയിട്ട് ചട്ടിയിൽ വിളമ്പാം കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് നമ്മുടെ കോവയ്ക്കയുടെയും ക്യാരറ്റിൻ്റെയും കൂട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മുട്ട, കുറച്ച് മാങ്ങാച്ചാറ്, പരിപ്പും മുരിങ്ങയ്ക്കയും കറി. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ കറീസ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന ലഞ്ച് മെനൂസ്, അതായത് വെജിറ്റേറിയൻ ലഞ്ച് മെനു ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-50ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്കൊക്കെ കുറവാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.